അങ്ങനെയുള്ള 19 സീറ്റ് വൈക്കം ഉൾപ്പെടെ ടീം യു ഡി എഫ് പിടിച്ചെടുക്കും എന്നുള്ളതാണ് വി ഡി സതീശൻ്റെ ഒരു അവകാശവാദം എന്ന് പറയുന്നത്. 3 സീറ്റുകൾ LDF ഉറപ്പായിട്ടും ലഭിക്കുമെന്ന് നമുക്ക് പറയാം. ഉടുമ്പൻചോല, അതോടൊപ്പം തന്നെ ദേവികുളം, ഇടുക്കി, ഈ 3 സീറ്റുകൾ അവസാന റൗണ്ടായിട്ട് നമ്മൾ കടുത്തുരുത്തി കൂടി UDF നൽകിക്കൊണ്ട് പറയുകയാണെങ്കിൽ LDF 6 സീറ്റുകളിൽ വിജയിക്കുകയും 3 സീറ്റ് UDF നേടാനായിട്ടുള്ള ചില സാഹചര്യങ്ങൾ മാത്രമാണ് കോട്ടയം ജില്ലയിലുള്ളത്. അത് കൂടാതെ തന്നെ പത്തനംതിട്ടയിലേക്ക് വരുമ്പോഴത്തേക്ക് കനത്ത ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തിരുവല്ല മാത്രമാണ്. അടൂരിൽ മത്സരം കനത്തതാണ്. ഒരു പക്ഷേ അത് UDF പോയേക്കാം. നമസ്കാരം. കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി ഫലപ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ നിമിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച തന്നെയാണ് UDF എപ്പോഴും താങ്ങി നിർത്തുന്ന, കോൺഗ്രസിനെ പ്രത്യേകിച്ചും താങ്ങി നിർത്തുന്ന ജില്ലകളാണ് കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി. ഈ 3 ജില്ലകളിലും കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താകും, UDF അവസ്ഥ എന്താകും? പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പിന്നെ നിയുക്ത മുഖ്യമന്ത്രി, 3 പേരുണ്ട്. പക്ഷേ എങ്കിലും അതിലൊരു നിയുക്ത മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നിലവിലത്തെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് അദ്ദേഹം, ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ 3 ജില്ലകളിലായി, അത് ഇടുക്കിയിൽ 5 സീറ്റ്, പത്തനംതിട്ടയിൽ 5 സീറ്റ്, കോട്ടയത്തെ 9 സീറ്റ്, അങ്ങനെയുള്ള 19 സീറ്റ് വൈക്കം ഉൾപ്പെടെ ടീം യു ഡി എഫ് പിടിച്ചെടുക്കും എന്നുള്ളതാണ് VD സതീശൻ്റെ ഒരു അവകാശവാദം എന്ന് പറയുന്നത്. പക്ഷേ ഇത് എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാമനപുരത്ത് അട്ടിമറി നടക്കും, തൃക്കരിപ്പൂർ അട്ടിമറി നടക്കും, ഉദുമയിൽ അട്ടിമറി നടക്കും എന്നൊക്കെ പറയുന്ന ആളുകൾ നാളെ വേണമെങ്കിൽ ഒരു പക്ഷേ ചൂടിത്തിരി കൂടുതലായി കഴിയുമ്പോഴത്തേക്ക് മട്ടന്നൂരിനെ കുറിച്ച് പറഞ്ഞേക്കാം, ഒരുപക്ഷെ കല്യാശ്ശേരിയെക്കുറിച്ച് പറഞ്ഞേക്കാം, ധർമ്മടത്തെക്കുറിച്ച് പറഞ്ഞേക്കാം, ധർമ്മടത്ത് ശ്രീ പിണറായി വിജയനെ അട്ടിമറിക്കും ഇപ്രാവശ്യം എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് വസ്തുതകൾ എടുത്തു വെച്ചൊന്ന് പരിശോധിച്ച് നോക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ കേരള കോൺഗ്രസിന് ലഭിക്കാൻ പോകുന്ന സീറ്റുകളെക്കുറിച്ച് സംബന്ധിച്ചിട്ടൊക്കെ പല ചർച്ചകളായിട്ട് പറയുകയുണ്ടായി. എന്നാൽ നമുക്കിപ്പോൾ പറയാൻ വേണ്ടി സാധിക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം ഇടുക്കി ജില്ലയിൽ തൊടുപുഴ ഒഴിച്ച് 4 സീറ്റുകളും LDF കൈവശമായിരുന്നു. ഇപ്രാവശ്യം അതിനകത്ത് നിന്ന് പീരുമേട് ഒരു മാറ്റം സംഭവിക്കും എന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട്. എന്നാലും അവസാന നിമിഷം പീരുമേട്ടിൽ ഈ പറയുന്ന പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ. അവിടെ LDF തന്നെ 4 സീറ്റുകളും നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾക്ക് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു വിസ്മയം ഇടുക്കിയിൽ നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. മുൻ ദേവികുളം MLA ആയിരുന്ന S രാജേന്ദ്രൻ CPM വിട്ടിട്ട് BJPയിൽ ചേരുകയാണ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ചലനം ഇടുക്കി ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇപ്പോൾ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി വിട്ടുപോയി കഴിഞ്ഞാലും ആ പാർട്ടി സംവിധാനമായിട്ട് തന്നെ അതാത് സ്ഥലങ്ങളിൽ നിലകൊള്ളാനുള്ള ഒരു സംഘടനാ സംവിധാനമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എന്തെങ്കിലും അത്ഭുതങ്ങൾ ഇടുക്കി ജില്ലയിൽ സംഭവിക്കും എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. ഏതൊക്കെയായാലും UDF ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് പീരുമേടും അതോടൊപ്പം തൊടുപുഴയുടെ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും എടുത്തു പറയുന്നു, മെയ് 4-ാം തീയതി വരെ കാത്തിരുന്നാൽ മാത്രമേ അത് UDF ഉറച്ച സീറ്റ് എന്നവർക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ ഇന്നലെയും ഒരു ചർച്ചയിൽ പറഞ്ഞതാണ്, ഈ പറഞ്ഞ തൊടുപുഴയിൽ ഈ പ്രാവശ്യം സിറിയക് ചാഴികാടൻ ഈ പറഞ്ഞ അപ്പു ജോൺ ജോസഫിന്, പി ജോസഫിൻ്റെ മകന് നേരെ അതിശക്തമായ മത്സരമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതുകൂടാതെ PJ ജോസഫ് സാറ് മത്സരത്തിൽ നിന്ന് പിന്മാറിയതല്ല, അദ്ദേഹത്തെ പിന്മാറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ സാഹചര്യം തൊടുപുഴ നിൽക്കുന്ന സമയത്ത് കേരള കോൺഗ്രസ് ജോസഫിന് അകത്തുനിന്ന് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അപ്പു ജോൺ ജോസഫ് നേരിടുന്നുണ്ട് എന്നുള്ള വസ്തു കൂടി പരിശോധിക്കുന്ന സമയത്ത് 3 സീറ്റുകൾ LDF ഉറപ്പായിട്ടും ലഭിക്കുമെന്ന് നമുക്ക് പറയാം. ഉടുമ്പൻചോല, അതോടൊപ്പം തന്നെ ദേവികുളം, ഇടുക്കി, ഈ 3 സീറ്റുകൾ. പീരുമേട്ടിലും അതോടൊപ്പം തന്നെ തൊടുപുഴയിലും കനത്ത മത്സരം തന്നെയാണ് നടക്കുന്നത്. അതിലൊരു സംശയവും ആർക്കും വേണ്ട. ഇപ്പോൾ എത്ര വെയിലുദിക്കുന്ന സമയത്തും എത്ര ഉച്ചത്തിൽ ടീം UDF ഇടുക്കി ജില്ലയിലെ 5 സീറ്റും സ്വന്തമാക്കുമെന്ന് VD സതീശൻ പറഞ്ഞാലും സത്യം അതല്ല എന്നുള്ള കാര്യം പൊതുസമൂഹം മനസ്സിലാക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഇപ്പോൾ പറയുന്ന ഈ 110 സീറ്റ് എന്നൊക്കെ പറയുന്നത് ഈ ഇടുക്കി ജില്ലയിലെ 5 സീറ്റുകൾ കൂടി പ്രതീക്ഷ കൊണ്ടാണ്. അവിടെ 5 സീറ്റ് പോയിട്ട് ഒരു പക്ഷേ ലഭിക്കാൻ സാധ്യതയുള്ളത് 2 സീറ്റുകൾ മാത്രമാണ്. ഈ 2 സീറ്റുകളിൽ കനത്ത മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വസ്തുത നമ്മൾ ഒരിക്കലും മറന്നുപോകരുത്. അത് കഴിയുമ്പോൾ നമ്മൾ കോട്ടയം ജില്ലയിലേക്ക് വരുമ്പോഴത്തേക്ക് കഴിഞ്ഞ പ്രാവശ്യം LDF 5 സീറ്റാണ് ഉണ്ടായിരുന്നത്, UDF 4 സീറ്റുകളും. പക്ഷേ ഇപ്രാവശ്യം LDF സംബന്ധിച്ചിട്ട് 6 സീറ്റുകളിൽ അവർ വിജയം നേടും എന്നുള്ളൊരു വസ്തുതയാണ്. ഒരുപക്ഷെ കടുത്തുരുത്തിയിൽ
അതിശക്തമായ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ മത്സരത്തിനൊടുവിൽ നിർമ്മല ജിമ്മിയുടെ സഭാബന്ധങ്ങളും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ വോട്ടുകളുടെ ഏകീകരണവും CPM-ന്റെ സഹകരണവും കൂടി ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ അവിടെ അട്ടിമറികൾക്ക് സാധ്യതയുണ്ട്. അങ്ങനെ കൂടി സംഭവിച്ചു കഴിഞ്ഞാൽ 2 നിയോജക മണ്ഡലത്തിലേക്ക്, അതായത് കോൺഗ്രസിന് ഉറപ്പായിട്ട് പറയാൻ സാധിക്കുന്ന 2 മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കോട്ടയം, പുതുപ്പള്ളി മാത്രമാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 5-4 നിന്നിടത്ത് ഒരു പക്ഷേ ഇപ്രാവശ്യം അത് 7-2 പോകാനായിട്ടുള്ള സാധ്യതകളെയും നമുക്ക് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. പക്ഷേ അവസാന റൗണ്ടായിട്ട് നമ്മൾ കടുത്തുരുത്തി കൂടി UDF നൽകിക്കൊണ്ട് പറയുകയാണെങ്കിൽ LDF 6 സീറ്റുകളിൽ വിജയിക്കുകയും 3 സീറ്റ് UDF നേടാനായിട്ടുള്ള ചില സാഹചര്യങ്ങൾ മാത്രമാണ് കോട്ടയം ജില്ലയിലുള്ളത്. അതായത് 19 സീറ്റുകളിലാണ് മുഴുവനും പിടിക്കുമെന്ന് VD സതീശൻ്റെ അവകാശവാദം. അതിൽ തന്നെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അവർക്ക് 9ഓളം സീറ്റുകൾ നഷ്ടപ്പെടുകയാണ്. ഇവിടെ 9ഓളം സീറ്റുകൾ LDF ഭാഗത്തേക്കാണ് പോകുന്നത്. അത് കൂടാതെ തന്നെ പത്തനംതിട്ടയിലേക്ക് വരുമ്പോഴത്തേക്ക് കനത്ത ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തിരുവല്ല മാത്രമാണ്. തിരുവല്ലയിൽ കേരള കോൺഗ്രസ് ജോസഫിൻ്റെ വർഗീസ് മാമനും LDF മാത്യു ടി തോമസും അതോടൊപ്പം തന്നെ BJP-യുടെ അനൂപ് ആന്റണി മത്സരിക്കുന്ന സ്ഥലമാണ് തിരുവല്ല എന്ന് പറയുന്നത്. തിരുവല്ലയിൽ അനൂപ് ആന്റണിക്ക് വിജയസാധ്യത പോലും നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കത്തില്ല. അതുകൂടാതെ തന്നെ മാത്യു ടി തോമസ്, അതായത് അനൂപ് ആന്റണി പിടിക്കുന്ന വോട്ടുകൾ, അത് ഈ പല ആളുകളും തിരുവല്ലയെന്ന് പറയുന്നുണ്ട് വെറുതെ കുറേ പോസ്റ്ററുകളും ഫ്ലെക്സുകളും വെച്ചിട്ട് കാര്യമില്ല, വോട്ട് പിടിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല തിരുവല്ലയിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് കൃത്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം കൃത്യമായിട്ട് സഭാ നേതൃത്വവുമായി അവിടെ അനൂപ് ആന്റണി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബന്ധം, അതുകൂടാതെ ഏറ്റവും അവസാന ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവല്ലയിൽ വരികയും കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ രാജ്യത്ത് എനിക്ക് വേണ്ടി ജോലി ചെയ്തിരുന്ന ആളാണ് അനൂപ് ആന്റണി എന്ന് പറയുമ്പോഴത്തേക്ക് എഡ്യൂക്കേഷനിലൊക്കെ വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു പ്രദേശമാണ് തിരുവല്ല എന്ന് പറയുന്നത്. അപ്പോൾ ആ തിരുവല്ലക്കാർ മറിച്ച് എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചാൽ അതിനെ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കത്തില്ല. എങ്കിലും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അവസാന റൗണ്ടിൽ ഈ UDF വോട്ടുകളെ കൂടുതലായിട്ട് BJP-യിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്നൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ മത്സരം നടക്കുന്നത് അനൂപ് ആന്റണിയും അതോടൊപ്പം തന്നെ LDF മാത്യു ടി തോമസുമാണ്. ഇവരിൽ ആരെങ്കിലും ഒരാൾ വിജയിക്കുകയും ഒരാൾ രണ്ടാമത് വരികയും ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യമായിരിക്കും നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കുക. പക്ഷേ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുകാർ അവകാശപ്പെടുന്നത് തിരുവല്ലയിൽ 12,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വർഗീസ് മോമൻ ജയിക്കുമെന്നുള്ളതാണ്. പ്രതീക്ഷയൊക്കെ നല്ലതാണ്, ഒരുപാട് സ്വപ്നങ്ങളും നല്ലതാണ്. അത് ഭ്രാന്തായി മാറാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ റാന്നിയിലേക്ക് പോകുന്ന സമയത്ത്, കോന്നിയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ പ്രകടമായിട്ടുള്ള എന്തെങ്കിലും ഒരു മാറ്റത്തിനുള്ള സാധ്യതകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പരസ്യമായിട്ട് പറയാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം പിന്നീടുള്ള മത്സരം നടക്കുന്ന 2 മണ്ഡലങ്ങളുണ്ട്. ഒന്ന് അടൂരും അതോടൊപ്പം തന്നെ ആറന്മുളയും. അടൂരിൽ ഇപ്പോൾ പ്രീജ കണ്ണനാണ് മത്സരിക്കുന്നത്. ഈ പ്രീജ കണ്ണൻ്റെ സ്ഥാനാർത്ഥിത്വം LDF സംബന്ധിച്ചിട്ട് സഹായകമാകും എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും അടൂരിൽ മത്സരം കനത്തതാണ്. ഒരു പക്ഷേ അത് UDF പോയേക്കാം. മറിച്ച് ആറന്മുളയുടെ കാര്യത്തിൽ അവസാന നിമിഷങ്ങളിൽ അബിൻ വർക്കി അട്ടിമറിച്ചുകൊണ്ട് തന്നെ അവിടെ കുമ്മനം രാജശേഖരനും ആറന്മുളയും മത്സരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആറന്മുളയിൽ മത്സരം എന്ന് പറയുന്നത് ത്രികോണ മത്സരം തന്നെയാണ്, ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് അവിടെ നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഈ ആറന്മുളയിലും അടൂരിലും അതിശക്തമായ മത്സരമാണ് നടക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ പറഞ്ഞ റാന്നിയും കോന്നിയും LDF വളരെ സേഫാണ്. ഈ കോന്നിയിൽ ജനീഷ് കുമാറിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 20,000-ന് മുകളിലേക്ക് കടക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്തും നമ്മൾ 3 സീറ്റുകൾ അവിടെ കനത്ത മത്സരം എന്ന രീതിയിലേക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാലും LDF സംബന്ധിച്ച് ഈ 19 എണ്ണത്തിൽ നിന്ന് 11 സീറ്റ് വരെ നേടാൻ വേണ്ടി സാധിക്കുകയാണ്. അപ്പോൾ അത് നിസ്സാരമായിട്ടുള്ളൊരു തിരിച്ചടിയല്ല. ഈ മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച് കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ UDF നേരിടാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ 3 ജില്ലകളിലെ ജനങ്ങളുടെ പ്രതികരണം തന്നെയായിരിക്കും LDF 3ാം മന്ത്രിസഭയിലേക്കുള്ള തുടക്കം എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അല്ലെങ്കിൽ LDF മൂന്നാമതും അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ജില്ലകളായിട്ട് ഈ പത്തനംതിട്ടയും കോട്ടയവും ഇടുക്കിയും മാറും. കാരണം UDF ഏറെ പ്രതീക്ഷകളുള്ള ഒരു സ്ഥലമാണ് ഈ 3 ജില്ലകളെന്ന് പറയുന്നത്. അപ്പോൾ ഈ ജില്ലകളിൽ ഉണ്ടാകുന്ന അട്ടിമറി UDF സംബന്ധിച്ചിട്ട് UDF ഭരണത്തിലെത്താം എന്നുള്ള മോഹത്തിന് അന്ത്യം കുറിക്കും എന്ന് തന്നെ വേണം കരുതാനായിട്ട്.